പടക്കക്കടയിൽ എത്തിയിരിക്കുകയാണ്. അതെ, അപ്പൊ ഏതാണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. ജംഗ്ഷനിലാണ് ഈ പടക്കക്കട. അതെ, പോക്കറ്റില് ഇത്രയും കാശുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിലിതേ നമ്മുടെ ചലഞ്ച് പ്രകാരം ഇതിൽ നിന്ന് 190 രൂപയ്ക്കാണ് നമുക്ക് പടക്കം വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കൊരു ബോണസ് പോലെ കിട്ടിയ ബാക്കി കാശിന് മുഴുവൻ നമ്മൾ പടക്കം വാങ്ങും. അങ്ങനെ നമ്മൾ സ്വീറ്റ്സിലെ വെറൈറ്റീസ് കണ്ടു, അതുപോലെ ദീപങ്ങളിലെ വെറൈറ്റീസ് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പടക്കങ്ങളിലെ വെറൈറ്റീസ്. ഒരുപാട് വെറൈറ്റീസ് ഇല്ലേ ചേച്ചി? ചേച്ചിയുടെ പേര്? എന്റെ പേര് ആനി ബെന്നി. ആനി ബെന്നി. ചേച്ചിയുടെ ഈ പടക്കക്കടയുടെ പേര്? പി.വി. ജോൺ അസോസിയേറ്റ്സ്, ജൂനിയറിന്റെ പടക്കക്കട. 80ാമത്തെ വർഷമാണ്. 80 വർഷമായി. വന്ദേ ഭാരത് എക്സ്പ്രസ്, കാർണിവൽ, തോർ, യൂറോ, മണി റെയിൻ, ഡോളറൊക്കെ ഉണ്ട്, ടിറ്റു, വണ്ടർ സ്റ്റാർസ്, ഫാസ്റ്റ് ട്രാക്ക് വീൽ. എനിക്കൊന്ന് ഹൈലൈറ്റ് ഈ വന്ദേ ഭാരത് തന്നെയാന്ന് തോന്നുന്നത്. വന്ദേ ഭാരത് എന്താ സ്പെഷ്യാലിറ്റി? ഒരു ഹോളില് നമ്മൾ തീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 3 സൈഡ് മറ്റേ ഇത് പോയിട്ട് പൊട്ടുന്നതാണോ? കത്തുന്ന ഫീലിംഗ് ആണ്. പൂത്തിരിയുടെ വേറെ വെർഷൻ. ഓക്കെ. അപ്പൊ ഒരെണ്ണത്തിൽ കത്തിച്ചാൽ 3 എണ്ണം ഇങ്ങനെ വരും. ഇത് പിന്നെ പീകോക്ക് എന്താ? അത് ഒരു സൈഡിൽ ഇങ്ങനെ തീ കൊടുത്താൽ പീകോക്ക് പീലി വിടർത്തുന്നവരെ 3 സൈഡിൽ നിന്ന് പീലി ആയിട്ട് വിടർത്തും. ഭയങ്കര നല്ലൊരു ഐറ്റം. ഇത് ഇത്രോ ഹൈറ്റിൽ കത്തുന്ന ഒരു. ഇതിപ്പോ എത്ര നേരം ലാസ്റ്റ് ചെയ്യൂ? ഇത് 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ ഉണ്ടോ? 5 മിനിറ്റ്സ് വരെ. പൂത്തിരിയുടെ തന്നെ ഒരു വലിയ വേർഷൻ അല്ലേ ഇത്? എവിടെന്നാ വരുന്നത് പടക്കങ്ങള്? ശിവകാശി എന്നാണ് ഈ പടക്കങ്ങളെല്ലാം വരുന്നത്. പിന്നെ ഇതൊക്കെ മട്പൂ എന്ന് പറയും. ഇവിടെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് കുറെ നേരം നിന്ന് സ്പാർക്കിൾ ചെയ്തോളൂ. സ്പാർക്കിൾ ചെയ്ത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് കത്തും. ഈ 200 രൂപയ്ക്കുള്ള പടക്കമാണ് നമുക്ക് തരേണ്ടത്. ഓക്കെ. അപ്പൊ എന്തൊക്കെ നമുക്ക് അതില്? കമ്പിത്തിരി തരും, ചക്രം തരും. 2 ചക്രം തരും. ഒരു കമ്പിത്തിരി കിട്ടി, 2 ചക്രം കിട്ടി, സ്കൈ ഷോട്ട്, തീപ്പെട്ടി. നേരത്തെ നമ്മൾ കണ്ടതിന് ചെറിയ വേർഷൻ. പിന്നെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇത് മുകളിൽ പോയി കറങ്ങി കാൻഡിൽ. ഇത് മത്താപ്പൂവിന്റെ വലിയ വേർഷനാണ്. ഇതിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കാൻ ഗുണ്ട് കൈ നിറയെ കിട്ടിയിട്ടുണ്ടല്ലോ ചേട്ടാ. കാണിച്ചു തരാം. അപ്പൊ എന്തൊക്കെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഇത് പുകയില്ലാത്ത ലാത്തിരി, സാധാരണ ലാത്തിരി, കമ്പിത്തിരി, കിറ്റ്കാറ്റ്, ഇത് മത്താപ്പൂ 2 എണ്ണം കിട്ടി, ഒരു ചെറിയ ഗുണ്ട് കിട്ടി, വീണ്ടും ഒരു പാക്കറ്റ് കമ്പിത്തിരി. ആവശ്യമാണ് കേട്ടോ. ഇത് സ്കൈയിൽ പോയിട്ട് പൊട്ടുന്നതാണ്. താഴേന്ന് കത്തിച്ചു വിട്ട് കഴിഞ്ഞാൽ കളറിൽ കത്തുന്നതാണ്. അപ്പം ലാവിഷായി. 200 രൂപയ്ക്ക് ഇത്രയും കിട്ടാന്ന് പറഞ്ഞാൽ വേറെ എവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരു കിറ്റ് നിറയെ സാധനമാണ് കിട്ടിയേക്കുന്നത്. ഒരു 100 റുപ്പീസിനും കൂടെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അപ്പൊ ഒരു 100 രൂപയ്ക്കുള്ള ഒരു വെറൈറ്റി എന്തെങ്കിലും ഒരു ഐറ്റം കൂടി ഉണ്ടാവും ചേച്ചി? 100 രൂപയുടെ അല്ല, എന്തെങ്കിലും എത്രയാ? 150 രൂപയുടെ സാധനം ചേട്ടൻ നമുക്ക് 100 രൂപയ്ക്ക് തന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ലാഭം കിട്ടിയിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയത് ഇത്രയും സാധനങ്ങളും നമ്മുടെ സീഡ്സും അതുപോലെ തന്നെ ചിരാതും ഒക്കെ ആയിട്ടാണ്. നമുക്ക് സീഡ്സ് ഫ്രീ ആക്കി തന്നതുകൊണ്ട് കിട്ടിയ എക്സ്ട്രാ കാശാണ്. അതിൽ 100 രൂപ 150 രൂപയുടെ സാധനം ഇവിടെ 100 ആക്കി തന്നിട്ടുണ്ട്. ഓക്കെ കിട്ടോ. അപ്പൊ ഐശ്വര്യമായിട്ട് 300 രൂപ പിടിച്ചു. എല്ലായിടത്തും നമുക്ക് ബോണസ് ആണല്ലോ. ഇതിപ്പോ ലോട്ടറി വേണോ? നമുക്ക് ഓൾറെഡി അവിടെ സ്വീറ്റ്സിന്റെ ഫ്രീ ആയി, ഇത് ഫ്രീ ആയി. ഓക്കെ. അപ്പൊ ഏതായാലും നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള കാശായി. നമ്മള് ദീപാവലി ഗിഫ്റ്റ് ആയിട്ട് നമ്മളത് സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഹാപ്പി ദീപാവലി. നമ്മുടെ പ്രേക്ഷകരോട് ഒരു ഹാപ്പി ദീപാവലി പറയണം. അപ്പൊ നമ്മളുടെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു. അതെ, ഒരു ചെറിയ ഫാമിലിക്ക് ആഘോഷിക്കേണ്ട രീതിയിലുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അതിനൊരു ഫാമിലി വേണം. യെസ്, ഫാമിലിയെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ വിളിക്കാം. ഹലോ, ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. അപ്പൊ എല്ലാരും നമ്മള് റെഡി ആയിരിക്കുകയാണ് ദീപാവലി ആഘോഷിക്കാനുള്ള ഫാമിലി. ഇതേ ഇത്തരം ഉടുപ്പൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടന്റെ പേര്? ധനേഷ്. സൗമ്യ. മോന്റെ പേരെന്താ? പാർത്ഥിവ്.
ഇളയാളുടെ പേര് പറ. ആ. അതർവ്. ഓക്കെ. അപ്പൊ ഈ ഫാമിലിയിലൂടെയാണല്ലോ നമ്മൾ ഇന്ന് ദീപാവലി യെസ്, ഉറപ്പായിട്ടും. ആഘോഷിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഫാമിലിയാണ്, ഒരു കുഞ്ഞു ഫാമിലിയാണ്. അപ്പോൾ അതെ, നമുക്ക് കുറേ ആഘോഷങ്ങളുണ്ട്. തൽക്കാലം ഇതുകൊണ്ട് പിടിക്കുക, എന്നിട്ട് നമുക്ക് സെലിബ്രേഷൻ തുടങ്ങിയാലോ? തുടങ്ങാം. ഓക്കെ. അപ്പൊ അങ്ങനെ ദീപങ്ങളൊക്കെ തെളിച്ച് നല്ല ഐശ്വര്യപൂർണ്ണമായിട്ട് നിൽക്കുകയാണല്ലേ? അതെ, എന്ത് രസമാണ് കാണാൻ അല്ലേ? അപ്പൊ ഇനി ദീപാവലിക്ക് നമുക്ക് അത്യാവശ്യം വേണ്ടത് മധുരമാണ്. നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിയത്? ശാന്തിലാൽ. യെസ്, മട്ടാഞ്ചേരി ശാന്തിലാൽസ് എന്നാണ് നമ്മൾ. ഏറ്റവും മികച്ച സീഡ്സ് ആണ്. ഇനി നമുക്ക് ഇത് ഇവർക്കത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ആഘോഷങ്ങൾ തീർന്നില്ല. അതെ, ഇനി നമ്മളുടെ മെയിൻ ഐറ്റം കലാശക്കൊട്ടിലേക്ക് നമ്മൾ പോവാണ്. പടക്കങ്ങൾ. യെസ്. അപ്പോൾ ഏതായാലും നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ കണ്ടതാണ്. ഇനി ഇത് നമ്മളിവിടെ കമ്പിത്തിരി തകർക്കാൻ പോവുക. അതെ, കൊച്ചുങ്ങൾക്ക് കൊടുക്കുക. അതെ, ഫാമിലിയോടെ വാങ്ങിച്ചു. അപ്പൊ നമ്മൾ ആഘോഷം തുടങ്ങുകയാണല്ലേ? തുടങ്ങുവാണല്ലേ? യെസ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ?